ആന ഇടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനമുണ്ടായി എന്നാണ് റിപ്പോർട്ട്. ADM-ഉം ഫോറസ്റ്റ് കൺസർവേറ്ററും തയ്യാറാക്കിയ റിപ്പോർട്ട് വനം മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഇക്കാര്യത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനമുണ്ടായെന്ന് കണ്ടെത്തുന്നു. മറ്റെന്തൊക്കെ വീഴ്ചകൾ അവിടെ സംഭവിച്ചു? ക്ഷേത്രോത്സവത്തിലെ എഴുന്നള്ളത്തിൽ മറ്റെന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് ഈ ഉദ്യോഗസ്ഥതല അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്? വിജയകുമാർ, ഉത്സവങ്ങളിലൊക്കെ ആനകളെ എത്തിക്കുമ്പോൾ കൃത്യമായ നിയമങ്ങളുണ്ട്, കൃത്യമായ ചട്ടങ്ങളുണ്ട്. പക്ഷേ കൊയിലാണ്ടിയിൽ ഇന്നലെ ഈ ചട്ടങ്ങളൊക്കെ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ മീറ്റിംഗിൽ ADM-ഉം ഒപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കണ്ടെത്തൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ആനകൾ തമ്മിലുള്ള അകലം, ഒപ്പം ജനങ്ങളുമായി ആനകളുടെ അകലം, കൂടാതെ എത്ര അകലത്തിൽ വെച്ച് ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കാം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട്. പക്ഷേ കൊയിലാണ്ടിയിൽ അതൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം ഈ അപകടമുണ്ടായതിനു പിന്നാലെ തന്നെ ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ രീതിയിലുള്ള ചട്ടങ്ങളൊന്നും തന്നെ ലംഘിക്കപ്പെട്ടിട്ടില്ല, നാട്ടാന പരിപാലന ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രതികരണം. പക്ഷേ അങ്ങനെയല്ല, ഇതിലൊക്കെ ഒരു ലംഘനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇവർ ഈ റിപ്പോർട്ട് വനം മന്ത്രി AK ശശീന്ദ്രന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇത്തരത്തിൽ ഈ ഒരു ചട്ടലംഘനത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടിക്ക് കൂടി ഇവർ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ചട്ടലംഘനമാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ വനം മന്ത്രി വ്യക്തത വരുത്തുമെന്നാണ് അവർ പറയുന്നത്. ഈ റിപ്പോർട്ടിൽ അക്കാര്യങ്ങളുണ്ട്. അക്കാര്യം വനം മന്ത്രി തന്നെ വ്യക്തമാക്കുമെന്നും നേരത്തെ ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ADM-ഉം ഒപ്പം തന്നെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥയും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും 3 പേരുടെ മരണത്തിലേക്ക് നയിച്ച ഈ സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടലംഘനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ, യെസ്, ആ ചട്ടലംഘനം വ്യക്തമാണ്. അത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോധ്യപ്പെട്ടു. മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് മരിച്ച 3 പേർക്കും ആ നാട് വിട നൽകുകയാണ്. അവരുടെ പൊതുദർശനം അവിടെ നടക്കുകയാണ്. നാട്ടുകാരൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തുന്നു. ഇന്നലെയൊക്കെ ഈ സമയം ഒക്കെ ഉത്സവാഘോഷത്തിൻ്റെ ലഹരിയിലായിരുന്നു. വൈകുന്നേരമാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. അക്ഷരാർത്ഥത്തിൽ ആ നാടിനെ അത് പിടിച്ചുലച്ചു, നടുക്കി എന്ന് പറയുന്നതിൽ 100% ശരിയാണ്. മരിച്ച ലീല, അമ്മുക്കുട്ടി, രാജൻ എന്നിവർക്ക് നാട് വിട നൽകുകയാണ്. ഈ വിഷയത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. CCF ആർ കീർത്തി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ട പ്രകാരം CCF-ൻ്റെയും ജില്ലാ കളക്ടറുടെയും റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ കണ്ടെത്തലൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആന എഴുന്നള്ളപ്പിന് വയലേഷൻ ഉണ്ടായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ മന്ത്രിയുടെ ഓഫീസിലുണ്ട്. അതൊക്കെ നമുക്ക് മന്ത്രി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. മന്ത്രി പരിശോധിച്ചിട്ട് ആ കാര്യങ്ങൾ പറയും. നമ്മളിപ്പോൾ 2 റൂൾ വയലേഷൻ പറഞ്ഞിട്ടുണ്ട് സാറിന്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സാറ് തന്നെ അത് നിങ്ങളോട് പറയും ആ വയലേഷൻസ്. അപ്പോൾ എന്തായാലും വയലേഷൻ നമ്മൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ സർക്കാരിന് നൽകിയ, വകുപ്പ് മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതിന്റെ വിവരങ്ങൾ മന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറയും എന്നാണ് CCF അറിയിച്ചത്.